എല്ലാവർക്കും പുതിയൊരു വീട്ടിലുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട്ടിലുള്ളൊരു മുത്തശ്ശീൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. മലേൻ്റെ ഉള്ളിലൊരു വീടൊക്കെ ഉണ്ട് മുത്തശ്ശിക്ക്. നല്ല രസമാണ് വീട് കാണാൻ. മറ്റേ ഈ മുളയും കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞിട്ട് ഒരു വീട്. അപ്പോൾ ഒരു കാപ്പി എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ കയറി നമ്മൾ കുറച്ച് ട്രക്കിങ് കയറിയിട്ട് വേണം മേലേക്ക് പോകാനേ. ഫുള്ള് കാടാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ വേറെ സ്ഥലം കണ്ടു കേട്ടോ. കാണിച്ചെടുത്തേക്ക് ഇതുണ്ടോ, പാറേൻ്റെ ഇടയിൽ ഒരു റൂം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഫുള്ള് ഇരുട്ടാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ വലിയ മൃഗങ്ങളുടെ അറിയില്ലല്ലോ. ഇത് ഇവിടെയൊക്കെ മൊത്തം പാറയാട്ടോ. ഇത് നമ്മൾ ഈ മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് പോകണ വഴിക്കുള്ളൊരു സൈഡിൽ കണ്ടതാണിത്. ഇത് നോക്കി, ഈ പാറ സൈഡിലേക്ക് എന്ത് വലിയ മരം അല്ലേ, എന്ത് ഭംഗിയാ. ഇതിലേ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്, അതും കാട്ടിലേക്കാണ്. നമുക്ക് മേലേക്കാണ് പോകേണ്ടത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളുകൂടി ഉണ്ട് കേട്ടോ. അബേൽ. ഹായ് പറ. ഹായ്. പേര് പറ. അബേൽ. പേര് പറ. പേര് പരിചയപ്പെടുത്ത്. ഏബൽ. ഏബൽ. ആ, അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ കയറി പോകുന്നത്. ഇത് കണ്ടോ. അപ്പം ഞാൻ നേരത്തെ അവിടേക്കാണ് പോയത്. എന്ത് വലിയ പാറയെ നോക്ക്. പിന്നെ ചീവീട് പറയുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. ഇതിലേതോ ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇന്നലെ മഴ പെയ്തടാ. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. ആ, ചെറിയ അട്ടയുണ്ട്. മഴ പെയ്തതുകൊണ്ടാണ്. ഇവിടെയൊക്കെ വേറെ പൊത്ത് കണ്ടോ നോക്കിയേ അല്ലേ. ആ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മലയാളനാന കണ്ടത്. എന്തൊരു വലുപ്പമല്ലേ അതിനെ കാണാൻ. ഇത് ഫുള്ള് കാടാട്ടോ. പിന്നെ അതിലിതിലേക്ക് ഫുള്ള് കാപ്പി തൈകളും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ വെള്ളം പോകണൊരു ചെറിയൊരു ചാല് താഴേക്ക് പോകുന്ന കണ്ടില്ലേ. ഫുള്ള് പാറകളൊക്കെ ആയിട്ട് ചീവിടിൻ്റെ ശബ്ദവും നല്ലൊരു അന്തരീക്ഷമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ മുത്തശ്ശി നടന്ന് വഴി ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി മുത്തശ്ശിക്ക് എന്തോരം പോകണം, കുറേ താഴേക്ക് പോകണം ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ. ആ മുത്തശ്ശി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. നല്ല രസമാണ് വീടൊക്കെ കാണാൻ. ഇത് നോക്കിയേ, പാറക്കൂട്ടം, വീട്ടി മരങ്ങൾ കണ്ടോ. ആ കാണുന്ന വലിയൊരു മലയാണ് കണ്ടോ, അമ്പൂത്തിമലേൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടേക്ക് ഓരോ പാറ നിൽക്കുന്ന നോക്കിയേ. മഴ പെയ്തിട്ടല്ലേ ഫുള്ള് വഴി ആകെ ചപ്പ് വിലയ്ക്ക് വീണിട്ട് മൂടിപ്പോയി. എന്താ തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലടാ. തണുപ്പില്ലേ? എന്തെങ്കിലുമൊക്കെ പറ. എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് പറ. അടിപൊളി സ്ഥലല്ലേ. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? അവനിഷ്ടപ്പെട്ടു. അതിലല്ലടാ, ഇതിലെയാണ് വഴി. നല്ല ചെറുതായിട്ട് തെറ്റി. ഇതിലാണ് കയറിപ്പോണ്ടേ. ഇന്നലത്തെ പെരുമഴയത്തെ വെള്ളം കുത്തി ഒലിച്ചിട്ട് ഫുള്ള് ചപ്പും ഇലയൊക്കെ ഇട്ട് വഴി അങ്ങോട്ട് മൂടിപ്പോയി. ഇതിലേയും വഴിയുണ്ട്. ഇതിലെങ്ങനെ താഴേക്ക് പോവാം നമുക്ക്. നമുക്ക് ഈ മരം നിൽക്കുന്ന നോക്ക്. പാറേനെ തടഞ്ഞു നിർത്തിയ പോലല്ലേ ഈ മരം കണ്ടിട്ട്. മറ്റേ ഈ അയിനിച്ചക്കയില്ലേ, അയിനിച്ചക്കേൻ്റെ മരമാണത്. ഇവിടുത്തെ ചെറിയ നനഞ്ഞു കിടക്കുന്നുണ്ടല്ലേ വെള്ളം. പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ, മരപ്പെട്ടി. ഈ മരപ്പെട്ടി മറ്റേ പനേൻ്റെ കുരുവൊക്കെ ചപ്പിയിട്ടിട്ട് അതിൻ്റെ കുരുക്കളും കുറേ ഉണ്ട് ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നത്. ചെറിയ ചൂടുണ്ട് കേട്ടോ. മഴ പെയ്തിട്ടും കാര്യമൊന്നുമില്ല, നല്ല ചൂടാ. അപ്പം അതിലെങ്ങനെ കയറി വരുന്നത് ഞങ്ങൾ. അപ്പം ബേക്കിൽ നിന്ന് മെല്ലെ നടന്ന് വരുന്നുള്ളൂ. പിന്നെ ഫുള്ള് പാറേൻ്റെ ഇടയിൽ കൂടെ മുത്തശ്ശി നടന്നുണ്ടാക്കിയൊരു വഴിയാണ്. എന്താ അല്ലേ, കല്ലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കിയ പോലെ. ഇതൊക്കെ പ്രകൃതി ഇങ്ങനെ തന്നെയാണ് ഈ വഴി. അതൊക്കെ അങ്ങോട്ടൊക്കെ നോക്ക്.
എന്താ രസമല്ലേ വഴി കാണാൻ. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കിവിടേക്ക് കയറാൻ പറ്റിയില്ല. ഫുള്ള് പെരും മഴയായിട്ടേ. അതുകൊണ്ട് അന്ന് ഞാൻ പകുതിക്ക് വന്ന് തിരിച്ചു പോയി. പിന്നെ നമ്മൾ എന്തായാലും മുത്തശ്ശീനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നമുക്കിതിലെങ്ങനെ അങ്ങോട്ട് കയറി പോകണം. നീ മടുത്തോ? കയറി വാ. അവൻ നിൽക്ക് നോക്ക്, മടുത്തെന്ന് തോന്നുന്നു. ചെറിയൊരു കയറ്റം കയറിയപ്പിനും. വാടാ, മെല്ലെ കയറി വാ. ആ റൂട്ട് നോക്ക്, എന്താ രസമല്ലേ. അവനെ ഓടി കയറുന്നുണ്ടോ? അങ്ങനെ ഓടി വാ. ചെറിയൊരു കയറ്റം, ഇനി ചെറിയൊരു നിരപ്പ്. കണ്ടോ ഇവിടെയൊക്കെ നോക്ക്, എന്താ അല്ലേ റൂട്ടൊക്കെ വെട്ടി ഉണ്ടാക്കിയ പോലെ. ഇവിടെയൊക്കെ വലിയ ഉരുളൻപാറകളാണ് മൊത്തം. പിന്നെ പറയും അമ്മച്ചി, ഈ മലേനെ മുകളിൽ വെള്ളം എടുക്കുന്ന പൈപ്പ് കണ്ടോ? പൈപ്പ് അങ്ങനെ ആ മലേൻ്റെ മുകളിലോട്ടാണ് പോണേ. ഇതിലെയും വഴിയുണ്ട്, നമുക്ക് ഇതിലെയാണ് പോകേണ്ടത്. കണ്ടോ രണ്ട് പാറേൻ്റെ ഇടയിൽ കൂടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്ലാവ് ചക്ക, പ്ലാവുമാർ ഒരുപാടുണ്ട് കേട്ടോ. നോക്കിയേ, പ്ലാവിൻ്റെ ഈ പാറ നോക്കില്ലേ, ഉരുണ്ടിരിക്കുന്നുണ്ടോ? നമുക്ക് ഇതിലൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട് മുത്തശ്ശീൻ്റെ വീട്ടിലോട്ട്. നമുക്ക് ഇതിലെയാണ് മേലേക്ക് പോകണ്ടേ. മുത്തശ്ശി ഇതവിടെ വിറകെ കൊണ്ട് അടുക്കി വെച്ചിട്ട്, ടയറൊക്കെ ബൈക്കിൻ്റെ ടയർ. ഇവിടേക്ക് എന്താ രസം നോക്കിയേ. ഇവിടെ മുത്തശ്ശി എന്തോന്ന് കല്ലൊക്കെ വെച്ച് കെട്ടി വിറക് എടുക്കാൻ വേണ്ടി നനയാണ്ട് ഒരു ഷെഡ് പോലെ ആക്കിയേണ്ടതാ പാറേൻ്റെ ഇടയിൽ. ഇതുണ്ടോ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പാറ കേട്ടോ ഇത്. അപ്പം ഞാൻ അവിടെ നിന്നാണ് വന്നേ. അവൻ മടുത്തെന്ന് തോന്നുന്നു. എന്താ നോക്കി, ഉരുളൻ കല്ലുകളും ഒക്കെ കൂടിയിട്ട് എന്ത് രസാ ഈ റൂട്ട്. ഇവിടെതാ ഒരു ഷെഡ് പണിതുണ്ടായിരുന്നു. ഇതാണ്ട് വിറകൊക്കെ വെക്കാൻ വേണ്ടി. മുത്തശ്ശിയ ഇപ്പോൾ വിറകൂടെ വെക്കുന്നില്ലെന്ന്, കുറേ വിറകൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ താഴേക്ക് നോക്കി എന്ത് വലിയ പാറയാണ്. അതങ്ങനെ മലയിൽ ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. മലയിൽ ബസ്സൊക്കെ പോകുന്നതാണ്. അതാ മലയെണ്ണാൻ. നമുക്ക് വേഗം ഒന്ന് പോയി അതിന് കിട്ടുമോ നോക്കാം. അതാ ചാടിപ്പോയി. ഇത് രസമല്ലേ. അവിടെ കുടമൊക്കെ മുത്തശ്ശീൻ്റെ പ്ലാസ്റ്റിക് കുടം ഇതുണ്ടോ. ആ മലയെണ്ണാൻ എമ്മാതി പോക്ക പോയത്. അതിമനോഹരമായ ഒരു റൂട്ട് കിട്ടോ. അതാണ് എനിക്കൊരു ഇഷ്ടപ്പെട്ടത്. എന്ത് രസം നോക്കി, ഇങ്ങനെ മലേൻ്റെ മേലേക്ക് താമസിക്കാൻ ഒരു വൈബായിരിക്കും. എന്ത് രസമല്ലേ. മുത്തശ്ശീൻ്റെ മക്കളൊക്കെ ഉണ്ട്. അതങ്ങ് ടൗണിലാണ് അവർ താമസിക്കുന്നത്. മുത്തശ്ശി അവരുടെ അടുത്തേക്ക് പോവില്ല. എവിടെയൊക്കെ ഇതാ മുത്തശ്ശി ഇതാ വിറകടിക്കിയിട്ടുണ്ട്. കണ്ടോ ചെറിയ കൊടിത്തൈ ആണ് റൂട്ട് പോണേ. മറ്റേ ബുഷില്ലേ, ബുഷൊക്കെ മുത്തശ്ശി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ കയറി ചെറിയ പാറ സ്റ്റെപ്പിൽ കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്കൊക്കെ നമുക്ക് എന്ത് രസമാണ് കാണാൻ. നോക്കി ആയി വൈബ് സ്ഥലമല്ലേ. ഇത് മറ്റൊരു മരമാണ്, മറ്റൊരു തേനുള്ള പോലത്തെ മരം. ബുഷൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് എന്ത് രസമാണ് കാണാൻ. നമുക്കിനി വളഞ്ഞു ചുറ്റി ഇങ്ങനെ കയറി പോകണം. ഇതെങ്ങനെ ഈ കല്ലിങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടായല്ലേ. അത് കുരങ്ങന്മാർ നോക്കിയേ, ഫുള്ള് കുരങ്ങന്മാരാ. ഇതിലെ മേലേക്ക് വഴിയുണ്ട് കേട്ടോ. മുത്തശ്ശീൻ്റെ വീട്ടിലെത്തി നമ്മൾ. പിടിച്ച് കയറി പോവാ.
മുത്തശ്ശി, മുത്തശ്ശീൻ്റെ വീട്. മുത്തശ്ശി, മുത്തശ്ശി, ഇവിടെ മുത്തശ്ശി ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതാ മുത്തശ്ശീൻ്റെ വീട്. പറയുന്നില്ല, ഇങ്ങനെ ചെരിച്ച് കെട്ടിയേക്കുന്നേ നോക്കിയേ. മുത്തശ്ശി ഇവിടെ ഇല്ല. ടാങ്ക്, വെള്ള ടാങ്കൊക്കെ കണ്ടോ, എന്ത് വലിയ പാറയെ നോക്ക്. ആ പാറേൻ്റെ ഇടയിലാണ് ആ വീടുള്ളത്. കണ്ടോ, എന്താ രസമല്ലേ വീട് കാണാൻ. ഇതാ പക്കല് മുത്തശ്ശി വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടേക്ക് ഓരോ ചിത്രം വർക്കുകളുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ട് ആനേൻ്റെ ചിത്ര വർക്ക്. പിന്നെ ഇത് ഇവിടെ കണ്ടതാ എന്തൊക്കെയോ ഇങ്ങനെ മാനുകളും അങ്ങനെ കുറേ ചിത്രം വർക്ക് ഇവിടെയും വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്താ രസമല്ലേ. അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. എന്താ നോക്കി, എന്താ ഭംഗിയില്ലേ വരച്ച് വെച്ചത്. സൂചി പോലത്തെ പാറ നോക്കി. ആ പാറേൻ്റെ മേലെ നോക്കി ആൽമരം നിൽക്കുന്നുണ്ടോ, എന്താ രസം. ഈ വീട് നോക്ക്, എന്താ ഭംഗിയില്ല. ഇവിടെയൊക്കെ സൈഡൊക്കെ ഇതാ ഇങ്ങനെ മുള വെച്ച് കെട്ടി താത്തി. ഇതുണ്ടോ, ഞാനിവിടെ എത്തിയിട്ടോ. അവൻ്റെ അവിടെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, വീട് കണ്ടിട്ട്. ഓ കേട്ടോ, ഇവിടെയൊക്കെ ഫുള്ള് കച്ചി മേഞ്ഞിട്ടാണ് വീട് കണ്ടതാ. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മേലെ കയറിയിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മ ഇപ്പം തന്നെ വീണാനെ. ഇവിടെ മുത്തശ്ശി കുറേ വിറകൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, അങ്ങോട്ട് എന്താ ഭംഗിന്ന്. ഹായ്, ഇവിടെ കുറച്ച് പുല്ലൊക്കെ പോയി മുത്തശ്ശീൻ്റെ. കണ്ടോ, മേലെയും കുറച്ച് പുല്ലൊക്കെ പോയി. എന്നാലും മഴ കൊള്ളില്ല കേട്ടോ. ചൂലൊക്കെ മുത്തശ്ശി ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. കൊട്ട ഫുള്ള് പാറക്കൂട്ടാ നോക്കിയേ, എന്ത് രസം. അതിൻ്റെ ബേക്കിലോട്ട് നോക്ക്, വീടിൻ്റെ ബേക്ക് ഭാഗമാണിതാ. ചെറിയ സ്റ്റൂളൊക്കെ ഉണ്ട്, പിന്നെ സ്പൂണൊക്കെ വെക്കുന്ന സംഭവങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ പാറക്കോട്ട, എന്തോരം പാറക്കോട്ട. ഇങ്ങോട്ട് നമുക്കിതിലെ മേലേക്കൊരു വഴിയുണ്ട്, ഇതിലൊന്ന് കയറി നോക്കാം അല്ലേ. വാവ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്ക്, എന്ത് രസമല്ലേ കാണാൻ. അതിമനോഹരമായൊരു ഭംഗിയേറുന്ന സ്ഥലം, പൊളി. വാവ്, കുരങ്ങന്മാർ നോക്കിയേ. അങ്ങോട്ട് നോക്കി കാണാം നമുക്കിതാ ടൗണ് കാണാം. അതാണ്ടോ മലവേൽ ഭാഗമാണോ കാണുന്നത്. പിന്നെ അമ്പലമൊക്കെ കാണാം അവിടുന്ന്. ശരിക്കും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നല്ലേ, താമസിക്കുന്നൊരു വൈബാണ്. നമ്മൾ വീട്ടിൽ താമസിക്കുന്നൊരു വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ട് എത്ര ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ താമസിക്കാം അല്ലേ. നല്ല തണുപ്പും നല്ല കാടും, കാടിൻ്റെ ഇടയിൽ കുഞ്ഞു വീടും, എന്ത് രസമാണ്. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നു. കുരങ്ങന്മാരുണ്ടതാ ഓടിപ്പോണത്, അതിൻ്റെ മേലേക്ക് കുരങ്ങന്മാരാണ് മൊത്തം. അവനതിലിങ്ങനെ കയറിപ്പോവുക. താഴേക്കൊക്കെ നോക്കിയേ, ഞാനീ പാറേൻ്റെ മേലോട്ട് നിൽക്കുന്നത്. വലിയ കൊക്ക. ആ കാണുന്ന ബത്തേരി ഭാഗമാണ് കേട്ടോ. അങ്ങോട്ട് കണ്ടോ അസ്മഷൻ പള്ളിയൊക്കെ കാണാം. താഴെ ഫുള്ള് വയൽപ്പാടങ്ങളും, പിന്നെ അവിടെ ഫ്ലോട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്, അതും കാണാം നമുക്ക് ഇവിടുന്ന്. ടാറ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. ആ കാണുന്നത് തവരിമല എസ്റ്റേറ്റാണ്, അങ്ങോട്ട് കാണുന്നത് തവരിമല എസ്റ്റേറ്റ്. മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ചൂടാണ്. ചൂടിനൊരു കുറവുമില്ല. കുറച്ച് നമ്മൾ മേലേക്ക് വന്നപ്പോൾ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മേലോട്ട് പോയേക്കാം. ഇവിടെയൊക്കെ മുത്തശ്ശി ഇതാ കുറേ വിറക് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഇതാ പാറേൻ്റെ ഉള്ളിൽ കുറേ വിറക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വഴി അല്ല, ഞാൻ വരുന്ന എങ്ങനെ നോക്കി ഇടയിൽ കൂടെ കയറി വന്നു. ഇതാ ഇവിടെ ഇതാ വിറക് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താ രസമല്ലേ കാണാൻ. വാവ്, മുത്തശ്ശി ഇവിടെ നിന്നാണ് വിറകൊക്കെ ശേഖരിക്കുന്നത്. കണ്ടോ, ഈ കാട്ടിയത്തെ വിറക മൊത്തം ശേഖരിക്കുന്ന മുത്തശ്ശി. അതിൻ്റെ മേലോട്ടൊക്കെ ഫുള്ള് പെരും കാടാ.
പിന്നെ ചെറിയ ചെറിയ കാപ്പിത്തൈകളൊക്കെ ഉണ്ട് കേട്ടോ. വാവ്, എന്താ രസമല്ലേ. കുഴിയാന നോക്കി എന്തോരാ കുഴി എത്തിച്ചാണ് കുഴിയാന. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ പനക്കുരു ഈ മരപ്പട്ടി തിന്നിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്തോരം നിൽക്കുന്നുണ്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എന്തോരം പനക്കുരു നോക്കി ഇതുണ്ടോ. ഇവിടെ കുറേ വാവ്, എന്താ രസമല്ലേ കാണാന്. അവനിവിടെ വന്നിട്ട് ഫുള്ള് ഫോൺ ചെയ്യലാണ് കണ്ടോ. ഇവിടേക്ക് ജീവിക്കണം കേട്ടോ. മേലോട്ട് നോക്ക്, ആ പാറേൻ്റെ മേലെ മൊത്തം മരങ്ങളാണ് കേട്ടോ. എന്താ ഭംഗിയില്ലേ കാണാൻ. AC കൂളിങ്, നല്ല തണുത്ത കാറ്റാട്ടോ വീശുന്നേ. എത്ര മേലെയാ പിള്ളേരെ ഞങ്ങൾ. ഇവിടുന്ന് തന്നെ ആ ഇടയിൽ കൂടെ വീട് കാണാൻ എന്താ ഭംഗി നോക്കിയേ. ഞങ്ങൾ നിൽക്കുന്നതിന് താഴ്ഭാഗമാണിത് നോക്കി. എന്താ അല്ലേ, വാവ്, ഇതുണ്ടോ വലിയ പാറ. ഇവിടെ എന്താ പൊത്തോ നോക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ മേലെ കയറാൻ പോകട്ടോ. നമുക്കിതിൻ്റെ മേലെ നിന്ന് കയറാം, വൈ പഠിക്കാം. വാവ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന നോക്ക്, മരത്തിൻ്റെ മേലെ കണ്ടോ. എന്താ രസം അവിടെ, പൊളി. മേലെ കൂടെ നോക്ക്, പാറമാണ് വൈബ്. എന്താ ഭംഗി. മയില് കറിയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. മുത്തശ്ശീൻ്റെ കുഞ്ഞൊരു കുടം നോക്ക്. മുത്തശ്ശീൻ്റെ ചെടി നടാൻ വേണ്ടി മണ്ണ് നിറച്ച് വെച്ചെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഫുള്ള് തേച്ച് ഫുള്ള് മണ്ണും കൊണ്ടാണ് കേട്ടോ. കണ്ടോ, പിന്നെ മേലെ ചാണകം. എന്ത് രസമല്ലേ. ഇത് നോക്കിയേ, ഇത് ഓലയാണ്. മറ്റേ ഇല്ലീൻ്റെ നൈസായിട്ട് ചെത്തിയിട്ട് പിന്നെ സോളാറിലാണ് മുത്തശ്ശി പിന്നെ ബൾബ് കത്തിക്കുന്നത്. ചെറിയൊരു കിളിക്കൂട് പോലെ നോക്കി സാധനങ്ങൾക്ക് ഇട്ട് വെക്കാൻ വേണ്ടി. ഇവിടെ ചോരുന്നതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട്. മഴ നനയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നതാണ്ട് അവിടെ. അന്ന് വന്നപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലായിരുന്നു. രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റിട്ട് കാണുന്ന കാഴ്ച അല്ലേ അങ്ങോട്ടേക്ക്, എന്തായിരിക്കും ഭംഗി. മോനെ അടിപൊളി കാഴ്ചയാണ്. അങ്ങോട്ട് നോക്കിയേ, ഞാൻ നിൽക്കുന്നുണ്ടല്ലോ എവിടെയാണ്. എന്ത് രസമായിരിക്കും. മുത്തശ്ശി ചെമ്പരത്തിപ്പൂവൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടതാ ചെമ്പരത്തിപ്പൂ, ഇത് കണ്ടോ. താഴെ കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ അവിടെ മറ്റൊരു പൂവുണ്ട്, കുഞ്ഞിപ്പൂ, ചുമന്ന പൂ. എടാ മെല്ലെ ഇറങ്ങിയോ അവിടെ നിന്ന് കേട്ടാ, അവൻ്റെ ചാടി ഇറങ്ങി വരുന്നു. രാവിലെയുള്ള കാഴ്ച അല്ലേ, എന്ത് രസം അവിടെ നിന്ന് നിന്നിട്ടുള്ള കാഴ്ച. ശരിക്കും ഇതാണ് സ്വർഗം അല്ലേ. ശരിക്കും പറഞ്ഞാൽ സ്വർഗം ഇതാണ്. ജീവിക്കുകയാണെങ്കിൽ മുത്തശ്ശിനെ പോലെ ജീവിക്കണം. നമ്മളൊക്കെ വാർപ്പിട്ട വീട്ടിലൊക്കെ താമസിച്ചിട്ടേ ചൂടും അതൊക്കെയല്ലേ ഇപ്പോൾ. ഇവിടെ ചൂടും ഇല്ല, നല്ല തണുപ്പാണ്, നല്ല കാഴ്ചകൾ, നല്ല കാറ്റ്. രാവിലെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്നൊരു കാഴ്ച അങ്ങോട്ട് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം അങ്ങോട്ടേക്ക്. വാവ്, ഇവിടുന്ന് കാണുമ്പോഴാട്ടോ ഭംഗി. കയറിപ്പോണ വഴി നോക്കില്ലേ, കുഞ്ഞൊരു മിറ്റവും ഫുള്ള്. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഇത് പുല്ല് പോയി കണ്ടോ. നമ്മൾ തിരിച്ചു പോവുകയാണ്. ചില മുത്തശ്ശി ഇവിടെ ഇല്ല. നമ്മൾ മുത്തശ്ശി ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് ഇവിടേക്ക് വന്നത്. ഇനി നമുക്ക് മുത്തശ്ശി ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ വന്നൊന്ന് പരിചയപ്പെടുത്തി തരാം മുത്തശ്ശീനെ. മഴ ആയതുകൊണ്ട് ഫുള്ള് ഇവിടെ കുത്തുകുത്തായോണ്ടേ
ഉള്ളിൽ ചെളി തിരിക്കുക. അപ്പോൾ ഇവിടെ കാട്ടാടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കാട്ടുപന്നി അതൊക്കെ ഉണ്ട്. മുത്തശ്ശി താമസിക്കാൻ സമ്മതിക്കുന്നതല്ലേ ഇവിടെ ഒറ്റയ്ക്ക്? എന്ത് രസമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു പശ കാണിച്ചു തരാം. തീ കത്തിക്കാൻ എടുക്കുന്ന ഒരു പശയാണിത്. ഇത് ഈ കാട്ടിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഈ പശ. ഈ പശ ഇട്ടിട്ട് നമ്മൾ തീ കത്തിക്കുക, പിന്നെ കൊതുകുകളെ ഓടിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. കണ്ടത് കുറേ ഉണ്ട് കേട്ടോ ഈ കാട്ടിൽ. നമ്മൾ ഈ മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇതുള്ളത്. കണ്ടോ നോക്കി എന്തോരാണ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതുക് നമ്മുടെ ഈ ഏഴെടുത്തേക്ക് വരില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ടൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഒരു പാറേൻ്റെ ഉള്ളിലൊരു ഗുഹ. അതിൻ്റെ വലിയ മൃഗങ്ങളുണ്ടാവുമോ നോക്കി. ഈ പൊത്തങ്ങനെ അങ്ങോട്ടുണ്ടാ. എൻ്റെ മോനെ, വാവ് അടിപൊളി. നോക്കിയേ ഗുഹ. ഈ പാറയ്ക്ക് എങ്ങനെ ഇവിടെ നിൽക്കുന്നല്ലേ. അങ്ങോട്ടൊക്കെ നോക്കി എന്താ ഭംഗിന്ന്. ഫുള്ള് പച്ചപ്പ്. സൂര്യൻ ചെറുതായിട്ടുണ്ട്, ചെറിയൊരു സൂര്യപ്രകാശമുണ്ട്. ആ അതുണ്ടോ, ചില്ലകളുടെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം. ചീവീട് നല്ല കരയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമ്മൾ വന്ന വഴിയല്ല കേട്ടോ തിരിച്ച് പോകുന്നത്, വേറൊരു വഴിക്കാണ്. ഈ പാറയൊക്കെ നിൽക്കുന്ന നോക്കിയേ എന്ത് രസമല്ലേ. വാവ്, നമ്മളിനി പോകണം ഈ വഴിയാണ്. എന്താ റൂട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുന്ന വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് അഡ്വഞ്ചറാണ്. അവനത് ഓടിച്ചാടി ഇറങ്ങിപ്പോന്നു. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്, ഇടാൻ പോണാണല്ലേ. അവനങ്ങനത്തെ യാതൊരു ഇതുമില്ല. ഈ റൂട്ട് കൂടെ മുത്തശ്ശി അങ്ങനെ പോകാറില്ലാന്ന് തോന്നുന്നുണ്ടോ. അതാണ് ഇതിലെ പാടന്ന് കണ്ട ഫുള്ള് ചപ്പ് മൂടി കിടക്കുക, വിറക് കൊടിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ റൂട്ട്. എന്തോ ആശാൻ ആലോചിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കേണ്ടതാ. എടുക്കുക എടുക്ക്. അവന് ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി അവന് നിൽക്കുകയാണ് അവിടെ. വാവ് ബ്യൂട്ടി. അതിലേയും വഴിയുണ്ട് ഇതിലേയും വഴിയുണ്ട്. നമുക്ക് ഇതിലേ ഇറങ്ങിപ്പോവാം. ഇത്ര മരപ്പട്ടീൻ്റെ കാഷ്ടം. ഇത് മരപ്പട്ടീൻ്റെ കാഷ്ടമാണ്. വെരുക് എന്നൊക്കെ പറയും ഇവിടെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് അതിന്? പിന്നെ ഇപ്പോൾ തന്നെ കോഴിക്കോട് ഭാഗത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ മേലെയൊക്കെ അതിനകത്ത് ഭിത്തിയിലൊക്കെ ഒരു സംഭവം കയറുന്നുണ്ട്. എന്താണ് അതിൻ്റെ പേര്? കുട്ടുറുമ. ഈ കുട്ടുറുമ എന്ന് പറഞ്ഞൊരു പ്രാണി ഉണ്ട് കേട്ടോ. ആ പ്രാണി അവിടെ മൊത്തം വീടുകളിൽ കയറിയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക. അതിനെ തുരത്തണമെങ്കിൽ കുറച്ച് ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കുറച്ച് ഉപ്പെടുക്കുക, സോഡാപ്പൊടി, പിന്നെ ഈ നമ്മൾ പിന്നെ വീട് വാഷ് ചെയ്യാനൊക്കെ എടുക്കുന്ന ലിക്വിഡും ഇല്ലേ, അതിലേതെങ്കിലും ലിക്വിഡ് എടുക്കുക. ആ ലിക്വിഡ് എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വീടിന് മുകളിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രാണി പിന്നെ കയറൂല. ആ പ്രാണി ഫുള്ള് ചത്ത് വെക്കോളും. നമ്മൾ ഈ ചെടിക്കൊക്കെ അടിക്കുന്ന ചെറിയ സ്പ്രേ പോലെ അടിക്കുന്ന ബോട്ടിലില്ലേ, അതിനകത്ത് ആക്കിയാൽ മതി. ഇവിടെയൊക്കെ വേണ്ടതാ അവക്കാടിൻ്റെ കുരു. അവക്കാടല്ല കേട്ടോ, ഓ വന്നു വഴി മാറിപ്പോയോടാ നമ്മളെ. പനക്കുരു ഒരുപാടുണ്ട് ഈ വലുത് നിന്നിട്ട് ഇവിടെ. എന്തോരം കുരുക്കളാ. ഞങ്ങൾക്ക് വഴി മാറിപ്പോയി. നമ്മൾ അതിലേടാൻ പോണ്ടേ, പുറത്തു കൂടെ ഇറങ്ങിപ്പോണം. വൈബ് സ്ഥലം, രക്ഷയില്ല. കണ്ടോ അങ്ങോട്ട് ചോദിക്കേ, ആ മലേൻ്റെ മേൽഭാഗം കാണാം. ആണോ? അപ്പോൾ അവന് വഴി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ പോവാം. ഇതിലേടാ ആ താഴെ ഇറങ്ങണം അല്ലേ.
അമ്മ അവനമ്മ ചാട്ടാ ചാടി നോക്കി. നമുക്കും ചാടല്ലേ. ഞാൻ ചാടുന്ന വീഡിയോ എടുത്തതാ. അങ്ങോട്ട് പറന്നു. ഇവിടെ ഫുള്ള് ഗുഹകളാണ്, ചെറിയ ചെറിയ ഗുഹകൾ ഈ പോകുന്ന വഴിക്ക് കണ്ടോ. എന്തായാലും പോകുന്നത് നമ്മളൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇവന് വഴി അറിയാറുണ്ട്, ഇവന് ഇതിലാണ് കൂട്ടിക്കൊണ്ടുപോകണം തന്നെ. വഴി മാറിപ്പോയി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.